Hi all, welcome to Study with PSC. എല്ലാവരും കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ PSC പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 454/2025 കാറ്റഗറി നമ്പർ 454/2025. കേരളത്തിലെ 12 സർവകലാശാലകളിലേക്കാണ് നിയമനം നടക്കുന്നത്. അപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് അപ്ലൈ ചെയ്യേണ്ടത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അതിതാണ് www.keralapsc.gov.in. കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് www.keralapsc.gov.in. ഇതിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, വകുപ്പ് കേരളത്തിൽ സർവകലാശാലകൾ. കേരളത്തിലെ യൂണിവേഴ്സിറ്റി. ഉദ്യോഗ പേര് അസിസ്റ്റൻ്റ്. ശമ്പളം 39,300 മുതൽ 83,000 രൂപ വരെ. നല്ലൊരു സാലറി ആണല്ലേ. 39,300 മുതൽ 83,000 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ്. അതായത് ഇവിടെ കറക്റ്റായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അന്നേരം ഈ പ്രതീക്ഷിത ഒഴിവുകളാകുമ്പം ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ റിട്ടയർമെൻറ്റ് പ്രൊമോഷനൊക്കെ വരുമ്പോഴത്തേനും വേക്കൻസി കൂടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. കാറ്റഗറി നമ്പർ 454/2025 കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തവർക്കാണെങ്കിൽ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി ഒറ്റത്തവണ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 to 36 വയസ്സാണ്. അതായത് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. പ്രായപരിധി ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18-നും 36-നും ഇടയിലുള്ളവരായിരിക്കണം. അതുപോലെ ഈ 2/1/1989 1/1/2007 ഇടയിൽ, അതാണ് ഈ 18 to 36 ഉദ്ദേശിക്കുന്നത് കേട്ടോ. 2/1/89 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ ഇളവുണ്ടായിരിക്കും. അതായത് ഈ പിന്നോക്ക വിഭാഗക്കാർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നോക്ക വിഭാഗക്കാർക്കാണെങ്കിൽ 3 വർഷവും പട്ടികജാതി പട്ടികവർഗക്കാർക്കാണെങ്കിൽ 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഈ 36 വയസ്സെന്നുള്ളത് മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കാണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST പട്ടികജാതി പട്ടികവർഗക്കാർക്കാണെങ്കിൽ 36, 5, 41 വയസ്സ് വരെ ഉള്ളവർക്കിത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കി വെച്ചോണം കേട്ടോ. നിങ്ങൾ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് 39 വയസ്സ് വരെയും, SC/ST പോലെയുള്ള കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 41 വയസ്സ് വരെയും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
യോഗ്യത. യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ച ബിരുദം അഥവാ തത്തുല്യ യോഗ്യത. എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല കേട്ടോ. BA, BSc, BCom, B.Ed, B.Tech, ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല. ഡിഗ്രി ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ച ബിരുദം അഥവാ തത്തുല്യ യോഗ്യത. ഇനി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31/12/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ. അവസാന തീയതി പ്രത്യേകം ഓർത്ത് വെച്ചോണം. 31/12/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ. അത്രയൊന്നും ലേറ്റ് ആവരുത് കേട്ടോ. നിങ്ങൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യണം. അങ്ങനെയൊക്കെ ലേറ്റായിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് ചെയ്യാനൊന്നും പറ്റാതെയൊക്കെ വരും. കാരണം സൈറ്റൊക്കെ ചിലപ്പം ബ്ലോക്കൊക്കെ ആവാറുണ്ട്. ഒത്തിരി ബിസി ആയി കഴിയുമ്പോൾ, ഒത്തിരി ആപ്ലിക്കേഷൻസ് ഒരേ ടൈമിൽ ചെല്ലുമ്പം സൈറ്റ് ബിസിയായി അപ്ലൈ ചെയ്യാൻ പറ്റാതെയൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് അപ്ലൈ ചെയ്യുക. വളരെ നല്ലൊരു ജോലിയല്ലേ. ഡിഗ്രി ലെവലിലുള്ള നല്ലൊരു ജോലിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാലോ, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം വന്നായിരുന്നല്ലോ. അപ്പം അതിനും ഇതിനും കൂടി അങ്ങോട്ട് പഠിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ജോലി ഉറപ്പിക്കാൻ പറ്റും. രണ്ടും നല്ല ജോലികളാണ്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണെങ്കിലും രണ്ടും നല്ല ജോലിയാണ്. ഏതിൽ കിട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? പ്രിലിംസിന് വേണ്ടിയിട്ട് നന്നായിട്ട് അങ്ങ് പഠിക്കുക. മെയിൻസിനെ പറ്റി തൽക്കാലം ഇപ്പം അങ്ങ് ചിന്തിക്കേണ്ട. ഇപ്പം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് പ്രിലിംസ് അങ്ങോട്ട് ക്ലിയർ ചെയ്യുക. ആദ്യം പ്രിലിംസ് ക്ലിയർ ചെയ്യുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് കാണും. എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം? എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ അവർക്കറിയാം. അല്ലാത്തവർക്കാണെങ്കിൽ ഫസ്റ്റ് ടൈം ഒക്കെ ഉള്ളവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെ പഠിക്കണമെന്ന്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കേണ്ടത്, ഞാൻ എല്ലാത്തിനും എപ്പോഴും പഠിക്കാൻ പറയുന്ന ഒരു രീതി ഇതാ കേട്ടോ. ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിലൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുള്ളൂ, വേറെ ഒന്നും അങ്ങനെ പറയാറില്ല. കാരണം ഞാൻ പറയുന്ന രീതി ഇങ്ങനെയാണ് പഠിക്കാനായിട്ട്. നിങ്ങൾ ഒരു റാങ്ക് ഫയൽ എടുക്കുക. ഒരു റാങ്ക് ഫയൽ എടുത്തിട്ട് അതിലെ പറ്റുമെങ്കിൽ ഒരു 50 പേജ് ഡെയിലി വായിക്കണം. വായിക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യം ഒരു പേജ് ഒരു പ്രാവശ്യം വായിക്കുക. പിന്നെയും ആ പേജ് തന്നെ ഒന്നുകൂടി വായിക്കുക. എന്നിട്ട് വേണം നെക്സ്റ്റ് പേജ് വായിക്കാൻ. ഒന്നുകൂടെ പറയാം. ഒരു ദിവസം നിങ്ങൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒരു 50 പേജ് വായിക്കുക ഒരു റാങ്ക് ഫയലിൽ. എന്നിട്ട് വായിക്കേണ്ട രീതി എന്ന് പറയുന്നത്, ആദ്യം ഒരു പേജ് എടുക്കുക. ആ ഒരു പേജ് 2 പ്രാവശ്യം വായിച്ചിട്ട് വേണം നെക്സ്റ്റ് പേജ് എടുത്ത് വായിക്കാൻ. അങ്ങനെ നിങ്ങൾ ഒരു 50 പേജ് ഒരു റാങ്ക് ഫയലിൽ ഡെയിലി അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പോവുക. പിന്നെ ചിലർക്ക് മൺഡേ ടു ഫ്രൈഡേ, ചിലർ ഫുൾ ഡേയ്സ് ഇരുന്ന് പഠിക്കും. ചിലർക്ക് ഒരു മൺഡേ ടു ഫ്രൈഡേ വരെ പഠിക്കാൻ മൂഡ് കാണുള്ളൂ. അങ്ങനെയുള്ളവർ അങ്ങനെ പഠിക്കുക കേട്ടോ. മൺഡേ ടു ഫ്രൈഡേ പഠിക്കുക കേട്ടോ. കാരണം ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ, എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ പോകാനോ ഒക്കെ കാണുമല്ലോ. അപ്പം അതൊക്കെ നമ്മൾ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എക്സാം ഡേറ്റ് വന്നിട്ടുള്ള ആ ഒരു മാസം, എക്സാമിൻ്റെ ആ ഒരു മാസം മാത്രം അതൊക്കെ അവോയ്ഡ് ചെയ്താൽ മതി. അല്ലാത്തപ്പം നമ്മൾ ലൈഫിൽ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന കുഞ്ഞു അവസരങ്ങളൊക്കെ നമ്മൾ ഫുൾ അങ്ങോട്ട് എൻജോയ് ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം നിങ്ങൾ സൺഡേ സാറ്റർഡേ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ പോവുക, എൻജോയ് ചെയ്യുക. പക്ഷേ പിന്നെ അതൊന്നും ഓർത്തുകൊണ്ടിരിക്കരുത്. പിറ്റേ ദിവസം മൺഡേ മോർണിംഗ് തൊട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെ തുടങ്ങണം കേട്ടോ. പഴയ കാര്യം അവിടെയൊക്കെ പോയി എൻജോയ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ഫോണിലൊക്കെ നോക്കി മെസ്സേജൊക്കെ ഫ്രണ്ട്സിനൊക്കെ അയച്ചുകൊണ്ടിരിക്കരുത്. അവിടെ പോയി അതൊക്കെ എൻജോയ് ചെയ്യുക. പിറ്റേ ദിവസം വന്ന് ഇതുപോലെ തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ ഡെയിലി പഠിക്കാൻ അത്രയും അങ്ങനെ പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ഡെയിലി പഠിച്ചോളൂ. നമുക്ക് സൺഡേയും സാറ്റർഡേ ഒന്നും നമ്മൾ മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഡെയിലി പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ പഠിക്കുക. പിന്നെന്താണ് നിങ്ങളോട് പറയാനുള്ളത്? പിന്നെ നിങ്ങൾക്ക് കോച്ചിങ്ങിന് പോകണോ വേണ്ടോ എന്നൊരു ഡൗട്ട് കാണും അല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങളൊരു കോച്ചിങ് എടുക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് ഇതിനെപ്പറ്റി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ കോച്ചിങ്ങിനൊന്നും പോയില്ലെങ്കിലും പഠിക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻറ്റ് ഉള്ളവർ അങ്ങനെ തന്നെ പഠിക്കുക. കാരണം ഇപ്പോൾ ഒത്തിരി യൂട്യൂബ് ചാനലുകൾ, ഒത്തിരി നല്ല നല്ല ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ക്ലാസ്സുകളുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ പെയ്ഡ് ക്ലാസ് ഒന്നും എടുക്കുന്ന ഒരാളല്ല.
അപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് എൻ്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ ഞാൻ പെയ്ഡ് ക്ലാസ്സുകളൊന്നും എടുക്കുന്നില്ല. മേ ബി പിന്നീട് എനിക്ക് എടുക്കാൻ തോന്നുമ്പോൾ ഞാൻ എടുക്കും. ഇപ്പം നിലവിലില്ല. അപ്പം ഒരുപാട് നല്ല നല്ല യൂട്യൂബ് ചാനലുകൾ, നല്ല നല്ല ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കണ്ട് പഠിക്കാൻ പറ്റുന്നവരങ്ങനെ പഠിക്കുക. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ലൈഫിൽ ഒരു തവണയെങ്കിലും ഒരു കോച്ചിങ്ങിന് പോകുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ഏത് ചാനലിൽ ഏത് കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കണമെന്ന് ഞാനൊരു സജഷൻ വയ്ക്കുന്നില്ല. കാരണം അങ്ങനെ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കൊക്കെ പ്രായപൂർത്തിയായവരല്ലേ, 18 വയസ്സ് കഴിഞ്ഞവരാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾ ഏറ്റവും നല്ല ഒരു കോച്ചിങ്ങിന് വേണം ഏറ്റവും നല്ല കോച്ചിങ് സെൻറ്ററിൽ വേണം പോകാനായിട്ട് കേട്ടോ. ഓൺലൈൻ കോച്ചിങ് ആണെങ്കിലും ഓഫ്ലൈൻ കോച്ചിങ് ആണെങ്കിലും നിങ്ങൾ തന്നെ റിവ്യൂ ഒക്കെ നോക്കി നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടു, ഓക്കെ ഇവിടെ പഠിച്ചാൽ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ നിങ്ങൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും പോയി ചേർന്ന് തന്നെ പഠിക്കുക. പിന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, നിങ്ങൾ എന്തായാലും ഈ ജോലി ഉറപ്പായിട്ടും കിട്ടണമെന്ന് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു മുമ്പ് കോച്ചിങ് എടുത്തവരാണെങ്കിലും ഒന്നുകൂടി കോച്ചിങ്ങിന് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പം ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നല്ലോ പഠിക്കേണ്ട രീതിയെപ്പറ്റി. നമുക്ക് ആദ്യമായിട്ടൊക്കെ വായിക്കുമ്പോഴും അല്ലെങ്കിലും നമ്മൾ കുറച്ച് നാൾ പഠിക്കാതിരുന്നിട്ട് പെട്ടെന്നൊരു റാങ്ക് ഫയലൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് നല്ല ബോറായിട്ട് തോന്നുവേ. പഠിക്കാനേ തോന്നത്തില്ല. പക്ഷേ നമുക്ക് പഠിക്കാൻ തോന്നത്തില്ലെന്നല്ല, നമുക്ക് ചിലപ്പം നമുക്ക് തോന്നും ഇത് വായിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ലല്ലോ, എന്തിനാ പഠിക്കുന്നത്, എത്ര ശ്രമിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ പേജും 2 പ്രാവശ്യം വെച്ച് വായിക്കുമ്പം നമുക്ക് എന്തായാലും കുറച്ചൊക്കെ ഒരു ഓർമ്മ കിട്ടും. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഒത്തിരി മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരിക്കും. മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും GK ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് പോലും PSC ഇപ്പോൾ 2025 മിക്ക പരീക്ഷകൾക്കും ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. വേറെ ഒന്നും തന്നെ ചോദിക്കുന്നില്ല. എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ് തന്നെ മിക്കപ്പോഴും ചോദിക്കാറുള്ളൂ. അപ്പം ഡിഗ്രി ലെവലിന് ഇച്ചിരിയും കൂടെ ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വിധിയോ തൊഴിൽ വാർത്തയോ എന്തെങ്കിലും വായിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം അത് ആക്ച്വലി ആഴ്ചയിൽ ഒരെണ്ണമല്ലേ ഉള്ളൂ. അതും ഇതുപോലെ ഒരു പേജ് 2 പ്രാവശ്യം വീതം വായിച്ച് അത് ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഓരോ ആഴ്ചയും കിട്ടുന്നത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവലിന് സെപ്പറേറ്റ് ചെയ്യേണ്ട. എല്ലാത്തിലും ഉൾപ്പെടുന്ന ടോപ്പിക്സുകളെല്ലാം പഠിച്ചു. കാരണം GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എല്ലാം ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. പക്ഷേ ഡിഗ്രി ലെവലിന് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, +2 ലെവലിന് കുറച്ച് മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 10th ലെവലിനാകുമ്പോൾ കുറച്ചുകൂടി താഴ്ന്ന ലെവലിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒന്നുള്ളൂ. പക്ഷേ ഓവറോൾ എല്ലാം സെയിം തന്നെയാണ്. എല്ലാം GKയും കറണ്ട് അഫയേഴ്സും മാത്സും ഇംഗ്ലീഷും മലയാളവും എല്ലാം സെയിം തന്നെയാണ്. അപ്പം ഡിഗ്രി ലെവലിന് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ 10th ലെവലും +2 ലെവലും ഡിഗ്രി ലെവലും എല്ലാത്തിലും ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കുക. പിന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്ത് പഠിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ട് കിട്ടും. അപ്പോൾ അതാകുമ്പോൾ ക്വസ്റ്റ്യനും ആൻസറും പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും ആയിരിക്കും. റാങ്ക് ഫയലിന് ഉള്ള പോലെ ടോപ്പിക്ക് വൈസ് അല്ലല്ലോ. ചിലപ്പോൾ ചിലർക്ക് ഈ റാങ്ക് ഫയൽ കാണുമ്പോൾ ഈ ടോപ്പിക്ക് വൈസ് ഇതെല്ലാം കൂടെ കാണുമ്പം പഠിക്കാനൊരു മടിയൊക്കെ തോന്നും. പിന്നെ റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ ഒരു 2-3 എണ്ണം ഉണ്ടല്ലോ ഒരു സെറ്റിനകത്ത്. നമ്മളൊരു ടാലൻറ്റിൻ്റെയൊക്കെ റാങ്ക് ഫയൽ മേടിക്കുവാണെങ്കിൽ ഒരു 3 ബുക്സുകളോളം കാണും. പക്ഷെ അത് മുഴുവൻ പഠിക്കാനായിട്ട് ചിലർക്ക് കാണുമ്പോൾ ഒരു ബോറടിക്കും. പക്ഷെ നമ്മൾ അതൊന്നും ബോറടിക്കുന്നൊന്നും വിചാരിക്കാതിരുന്ന് അങ്ങോട്ട് പഠിക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് പഠിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ട്രൈ ചെയ്യണം, നന്നായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 31 അത്രയൊന്നും വരെ ലേറ്റ് ആവരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പോയി പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക കേട്ടോ. ഓക്കെ, താങ്ക് യു.